ഹലോ എവരി വൺ, ഏവർക്കും വിൻസ്പയറിലേക്ക് സ്വാഗതം. കേടെറ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഷെയർ ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു 3-4 മിനിറ്റ് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ആ പറഞ്ഞ അവതരണത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഉണർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കേടെറ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട ആശങ്ക ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സർവീസിലുള്ള ടീച്ചേഴ്സിനായിരിക്കും. അപ്പോൾ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിന് ശേഷമാണ് അധ്യാപകരുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പ്രധാനമായിട്ടും ഉയർന്നു വരുന്നത്. ഇപ്പോൾ 2012 NCTE അഥവാ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ് എഡ്യൂക്കേഷനാണ് വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരുടെ യോഗ്യതയെ സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനകളും മറ്റു കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു UP സ്കൂളാണെങ്കിൽ DLED പ്ലസ് കേടെറ്റ്, അതേപോലെ ഹൈസ്കൂളാണെങ്കിൽ BEd പ്ലസ് കേടെറ്റ് 3, ഇതൊക്കെയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഹയർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളുകൾ, പ്രത്യേകിച്ച് MPhil, MEd, സെറ്റ്, നെറ്റ്, PhD, ഇത്തരം ഹയർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ അവരെയും നമുക്ക് കേടെറ്റ് യോഗ്യതയിൽ നിന്നും മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ 2012 മുന്നേ സർവീസിൽ കയറിയിട്ടുള്ള ഒരുപാട് അധ്യാപകർ, മിക്ക അധ്യാപകർക്കും കേടെറ്റ് ഉണ്ടാവില്ല. അവർക്ക് BEd അല്ലെങ്കിൽ DLED മാത്രമായിരിക്കും അവരുടെ യോഗ്യതയായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അത് മതിയാകും. എന്നാൽ 2012 ശേഷം സർവീസിൽ കയറിയിട്ടുള്ള അധ്യാപകർക്ക് കേടെറ്റ് നിർബന്ധമാണ്. അപ്പോൾ നിലവിൽ സർവീസിലുള്ള ആളാണ് എങ്കിൽ നിങ്ങൾക്ക് വിരമിക്കാൻ ഇനി 5 വർഷത്തിൽ താഴെ ഉണ്ട് എങ്കിൽ നിങ്ങൾ കേടെറ്റ് എഴുതിയെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് 5 വർഷത്തിൽ മുകളിൽ യോഗ്യത, 5 വർഷത്തിൽ മുകളിൽ സർവീസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കേടെറ്റ് എഴുതിയെടുക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ നിയമനത്തെയും നിങ്ങളുടെ പ്രൊമോഷനെയും ഒക്കെ സാരമായിട്ട് ബാധിക്കും എന്നാണ് പറയുന്നത്. സുപ്രീം കോടതി വിധി പ്രകാരം അതാണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഭരണഘടന നൽകുന്ന, അനുശാസിക്കുന്ന ചില സംരക്ഷണങ്ങളുണ്ട്. അപ്പം അത്തരം സംരക്ഷണങ്ങൾക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് സുപ്രീം കോടതിയുടെ ഈ ഒരു വിധി. അതുകൊണ്ട് നിലവിൽ സർവീസിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും നിയമോപദേശങ്ങളും കേരള സർക്കാർ തേടുന്നുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം അതിലുള്ള ചർച്ചകളിലേക്ക് ഇടപെട്ടിട്ടുണ്ട് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സർവീസിലിരിക്കുന്ന ആളുകൾക്ക് അനുഗുണമായിട്ടുള്ള ചില നീക്കങ്ങൾ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. ഇനി നമ്മുടെ അധ്യാപക മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കേടെറ്റ് ഇല്ല, നേരെ മറിച്ച് അധിക വിദ്യാഭ്യാസ യോഗ്യതകളാണ് ഉള്ളത് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കേടെറ്റ് എഴുതിയെടുത്തിരിക്കണം. LP സ്കൂളിൽ കേടെറ്റ് 1, UP സ്കൂളിൽ കേടെറ്റ് 2, ഹൈസ്കൂളിൽ കേടെറ്റ് 3 യോഗ്യതയായിട്ട് വേണ്ടത്. അത്തരം യോഗ്യത ഇല്ല എങ്കിൽ ഒരു പക്ഷേ ഭാവിയിൽ നിങ്ങളെ സർവീസിനെ അത് ബാധിക്കും. അപ്പോൾ നിലവിൽ എക്സാം എഴുതി കഴിഞ്ഞ ആളുകളും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളും ഇനി എക്സാം എഴുതാൻ പോകുന്ന ആളുകളും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഉറപ്പായിട്ടും നമുക്ക് കേടെറ്റ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നത് എപ്പോഴും നമ്മൾ അതിനു വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഒരു പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇളവുകൾ ഉണ്ടാകും എങ്കിലും സുപ്രീം കോടതിയുടെ വിധി അത് പലപ്പോഴും ഭാവിയിൽ പല കാര്യങ്ങളെയും കൂടുതൽ കർശനമാക്കുന്നതിനേക്കുള്ള കാരണമാകും. അപ്പോൾ എനിക്ക് പുതിയ ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്, നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ട്രാക്കിലായതുകൊണ്ട് നമുക്കിപ്പോൾ കേടെറ്റ് നേടിയെടുക്കുന്നത് വളരെ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ സർവീസിൽ കയറിയ അധ്യാപകർക്ക് ഒരു വലിയ ഗ്യാപ്പ് വന്നതുകൊണ്ട് ഒരു പക്ഷേ അവർക്ക് ഇത്തരം പരീക്ഷകൾ ക്ലിയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് സെറ്റ്, നെറ്റൊക്കെ ഉണ്ട് എങ്കിലും കേടെറ്റ് 3 കേടെറ്റ് 2 നിങ്ങൾ ഏതാണോ ഫോക്കസ് ചെയ്യുന്നത് അതനുസരിച്ച് വേണ്ട കേടെറ്റ് എഴുതിയെടുത്ത് യോഗ്യത ഉറപ്പിക്കുക. ഭാവിയിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കുക. എല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക.
സോ ഡിയേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.